ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രവിയോട് സച്ചി പറയുകയാണ്, അതെ അച്ഛന് ഇങ്ങനെ കാറ് കഴുകിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് ആ ഷോറൂമിൽ പോയിരിക്കണ്ടേ, അച്ഛനാണ് ഓണർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണ്ട സച്ചി, എനിക്കതൊന്നും സെറ്റാവില്ല, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് സച്ചിയോട് പറയണ്ടേ. ഇത് കിട്ടുമ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ, അല്ലെങ്കിലേ അവൻ ആ 30 ലക്ഷം രൂപ പറ്റിച്ചില്ല ആൾക്കാർ, അതേപോലെ തന്നെ അവൻ ആ ഷോറൂമിൽ കയറി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാനായിട്ട് അച്ഛൻ അവിടെ ഓണറായിട്ട് ഇരുന്നേ മതിയാവുള്ളൂ എന്നൊക്കെ സച്ചി പറയുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞതിലും എന്തൊക്കെയൊരു പേടിയൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്കും തോന്നുകയാണ്. അങ്ങനെ സച്ചി വീണ്ടും രവി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ചാടി അണിക്കുകയാണ്. ഇവൻ അല്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. സുധി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് നിനക്ക് സുധിയെ കുത്തുവാളെടുപ്പിക്കണം, അവ രണ്ടുപേരും പെരുവഴിയിലേക്ക് ഇറങ്ങണം, അവനെ ഉയരങ്ങളിലേക്ക് പോകുന്നത് നിനക്കൊന്നും ഇഷ്ടമല്ല. അയ്യടാ, എനിക്ക് ഇഷ്ടമല്ല പോലും. അവൻ എന്താ സംഭവിച്ചത്? അവൻ ഉയരങ്ങളിലേക്കാണ് പോയത്. അവൻ ഓരോ ദിവസം കഴിയുന്തോറും നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെന്താ അത് കൂടുതൽ ഇനി പറഞ്ഞു തരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? 30 ലക്ഷം രൂപ വെറുതെ കൊണ്ട് അവൻ കളഞ്ഞില്ലേ, ഇനി അവനെ പോയി അവിടെ തപ്പി പിടിക്കാനാണെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ എത്തുമ്പോഴും പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതിയും പറയണം, അതെ അതെ സച്ചിയേടൻ പറഞ്ഞതിലും കാര്യമുണ്ട്, സച്ചിയേടൻ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, സച്ചിയേടൻ ആരുടെ മുന്നിലൊരു കുശുമ്പും കുന്നായ്മയും നടക്കുന്ന ഒരാളല്ല എന്ന് രേവതി ഇങ്ങനെ പറയണം. അച്ഛാ, ഇനി അച്ഛൻ ഇങ്ങനെ തമ്പിട്ട് നിൽക്കത്തെ അല്ല അച്ഛാ, അച്ഛൻ പെട്ടെന്ന് പോയിക്കണ്ടേ, ചെല്ല് എന്നൊക്കെ പറയാം. അപ്പം അമ്മയെ കൂടി കൂട്ടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊന്നുമില്ല, ഞാൻ എങ്ങോട്ടും ഇല്ല, ഞാൻ എന്തിനാ വരുന്നത്, എനിക്കെൻ്റെ ആവശ്യമില്ല, പിന്നെ മറ്റുള്ളവരെ ഗമ കാണാൻ വേണ്ടി. അമ്മയ്ക്ക് എന്താ അച്ഛൻ ഓണറായിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് താല്പര്യമില്ലാത്തതുപോലെ. അപ്പം ചന്ദ്രയോട് നമ്മുടെ രവി ഇങ്ങനെ സംസാരിക്കണം, അല്ല ചന്ദ്രേ, സച്ചി പറഞ്ഞതിൽ കാര്യമില്ലേ, കാരണം ഇനിയും അവനൊരു ചതിക്കുഴിയിലേക്ക് വീഴാനായിട്ട് പാടില്ല, അതിന് ഞാൻ അവിടെ ഇരുന്നാലല്ലേ ശരിയാവുള്ളൂ. ചന്ദ്രേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഏതായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ചന്ദ്രേ. അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ്, അച്ഛൻ ദേ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് രവിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മോന്തയും വെറുപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി പറയാണ്, അമ്മേ വാ അമ്മേ, എണീറ്റ് വാ അമ്മേ, അച്ഛൻ അങ്ങോട്ട് പോവുമല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനൊന്നും വരുന്നില്ല, ഞാൻ എന്തിനാ വരുന്നത്, എനിക്കെൻ്റെ കാര്യമില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ ഒരു വലിയൊരു കളി കളിക്കുകയാണ്. രേവതി, അമ്മ വരണില്ലെങ്കിൽ വരണ്ടെന്നേ, പക്ഷേ ഈ അച്ഛൻ ഓണറാകുമ്പോൾ അമ്മ ആരായിരിക്കും ആ ഷോറൂമിൽ? അത് പിന്നെ ഓണറിൻ്റെ ഭാര്യ അല്ല, കാരണം അമ്മയും ഓണറാ. കാരണം എന്താണെന്നറിയാവോ, അച്ഛൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അമ്മയോടല്ലേ, അമ്മയുടെ കൂടെ തന്നെയല്ലേ എപ്പോഴും അച്ഛനുള്ളത്. അപ്പോൾ അച്ഛൻ ഓണറായി കഴിഞ്ഞാൽ അമ്മയും ഓണറല്ലേ ആ ഷോറൂമിൻ്റെ. ഇത് കേട്ട ചന്ദ്രയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. അപ്പോൾ ചന്ദ്ര മനസ്സിലിങ്ങനെ ചിന്തിക്കണം, ആഹാ കൊള്ളാന്ന്. അപ്പോൾ ഇത് രണ്ടും ഇവരിങ്ങനെ കാണുന്നുണ്ട്, രണ്ടുപേരും ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, എന്നാൽ പിന്നെ ഞാൻ റെഡിയായിട്ട് വരട്ടെ, എനിക്കും ഷോറൂമിലേക്ക് പോകണം, ഓണർ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ചന്ദ്ര. ഇപ്പോഴേക്ക് രേവതി, എൻ്റെ സച്ചിയേട്ടനപ്പോൾ അമ്മയുടെ രീതികളൊക്കെ നന്നായിട്ട് അറിയാമല്ലേ, പിന്നെ അല്ലാതെ എനിക്കെന്താ അമ്മയുടെ രീതികൾ അറിയാൻ പാടില്ലേ, എൻ്റെ അമ്മയല്ലേ, ഞാൻ അമ്മയെ നന്നായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അമ്മയുടെ രീതികളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാം എന്നും പറഞ്ഞ് നമ്മൾ സച്ചിയും രേവതിയോട് ചിരിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുധിയാണെങ്കിൽ ഷോറൂമിലൊക്കെ പോയി ഇവിടെ ഇങ്ങനെ കസരമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുക, ഒന്നും നടന്നിട്ടില്ല രീതിയിൽ. അപ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കണം, അല്ല നമ്മളിവിടെ ഒരു ഫോട്ടോ വെച്ചില്ലായിരുന്നു, ആ ഫോട്ടോയുടെ ഏത് ഫോട്ടോ? അല്ല ഭിത്തിയിലൊരു ഫോട്ടോ. കണ്ണേറമ്മ, അല്ല എൻ്റെ അമ്മയുടെ ഫോട്ടോ അല്ലേ? അതെ, അതെന്താ ശ്രുതി എടുത്ത് മാറ്റിയത്? എൻ്റെ ദൈവമേ, ആ ഫോട്ടോ ഞാൻ തന്നെ എടുത്ത് മാറ്റിയത്, കാരണം ആ ഫോട്ടോ വെച്ചപ്പോൾ എനിക്ക് 30 ലക്ഷം രൂപ നഷ്ടമായി. ചുമ്മാ അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നോളും. ആ ഫോട്ടോ വെച്ചപ്പോൾ എനിക്ക് നഷ്ടത്തിലാണ്, ദുരന്തമാണ്, അതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ തന്നെയാണ് എടുത്ത് മാറ്റിയത്, അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി കയറി വരിക. നിങ്ങളോ, ഇതെന്താ പതിവില്ലാത്തതുപോലെ നിങ്ങൾ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ രേവതി ചേച്ചിയാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. രേവതിയോ? അവളെന്തിനാ നിങ്ങളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? എന്തെങ്കിലും വിശേഷമുണ്ടോ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതൊന്നും അറിയില്ല, രേവതി ചേച്ചിയോട് സച്ചിയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇനി എന്താ അവർ വരുന്നതെന്ന് നോക്കി അറിയാം. ഏതായാലും നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ വന്നത് കൊണ്ട് കുറച്ച് പ്രോഡക്റ്റൊക്കെ നോക്കുന്നേ, എല്ലാം സെറ്റാക്കി അങ്ങോട്ട് വെക്ക്, വില കുറച്ച് തരാം നിങ്ങൾക്കായതുകൊണ്ട് എന്നിങ്ങനെ സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
സച്ചിയും രേവതിയും രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി വരികയാണ്. വാച്ച കയറി വാച്ച. അപ്പോൾ രവി വീണ്ടും പറയുന്നത്, ഏട്ടാ അതൊക്കെ വേണോടാ, എടാ ഞാനെന്തിനാടാ അവിടെ ഓണറായിട്ട് നിൽക്കുന്നത്, അതൊക്കെ വേണോ അച്ഛാ, അച്ഛൻ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വന്നേ അച്ഛാന്ന് പറയാം. അങ്ങനെ അച്ഛനായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കണം, എന്താണ് എല്ലാവരും കൂടി വന്നിരിക്കുന്നത്, എടാ നീ എണീറ്റേ അവിടെ നിന്ന്. ഞാൻ എണീക്കാനോ? ഞാൻ എന്തിനെണീക്കുന്നത്? ഞാൻ എണീക്കില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല. നീ എണീക്കടാ. അതെ, ഇന്നലെ തന്നെ പറഞ്ഞല്ലേ അച്ഛനാണ് ഇനി ഈ കടയുടെ ഓണറെന്ന്, അതുകൊണ്ട് ഈ സീറ്റിനി അച്ഛൻ്റെയാണ്, അച്ഛൻ അവിടെ ഇരുന്നോളൂ, നീ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാ, ഇല്ല ഞാൻ എണീക്കില്ല, ഞാനിതിൻ്റെ ഓണർ, ഞാനിവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല, എണീക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എണീപ്പിക്കുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ ശ്രുതി അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട്, അച്ഛൻ അവിടെ ഇരിക്കുക, അച്ഛാ എടാ സച്ചി വേണോടത്, വേണം അച്ഛൻ അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ ഇരിക്കുക. അപ്പോൾ രവിയുടെ ഇരുത്തം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. ആഹാ എന്ത് രസമാണ് അച്ഛൻ അങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോഴാണ് യഥാർത്ഥ ഓണർ ആ കസാല ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്, അല്ലാതെ ഇവനെ പോലെ ഒരു കഴിവില്ലാത്തവൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് കൂത്തുവാളെടുക്കും എന്നിങ്ങനെ പറയുകയാണ്. എടാ നീ എന്തിനാടാ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെ അച്ഛൻ്റെ പൈസക്ക് മേടിച്ച ഈ ഷോറൂമിൽ പിന്നെ അച്ഛനല്ലാതെ നീയാണ് ഇരിക്കേണ്ടത്, അയ്യടാ അതൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എൻ്റെ പൊന്നു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ദേ ഒരു ഇതുണ്ട് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് ചെല്ലുക. ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് അഭിലാഷ് സാറാണ്. അഭിലാഷ് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോവാണ്. നേരെ ഓടി വന്നിട്ട് നേരെ അച്ഛ എണീറ്റേച്ചാ, അവിടെ നിന്ന് എണീറ്റേച്ചാ. അപ്പോൾ സച്ചിയാണ്, എന്തിനാടാ നീ അച്ഛനോട് എണീക്കാനായിട്ട് പറയുന്നത്, ഇവിടെ മാറുന്നടാ. അയ്യോ ഇവനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതേ അഭിലാഷ് സാറ് വരുന്നുണ്ട്. അഭിലാഷ് സാറ് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നിനക്കൊക്കെ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പോൾ രവിയും പറയണം, അതെ അഭിലാഷ് സാറ് വരുന്നത് കൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ അഭിലാഷ് സാറ് നേരെ കയറി വരിക. കയറുന്നപ്പോൾ ഇത്രയും പേര് നിൽക്കുകയാണ്. ആഹാ ഇതിപ്പോൾ കുറേ പേരുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രവി പറയണം, അയ്യോ ഇല്ല സാറേ ഫംഗ്ഷനൊന്നുമില്ല, കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ രവി പറയാണ്. അതേതായാലും നന്നായല്ലോ. എന്താണ് ശ്രുതി, എങ്ങനെ പോകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ പോകുന്നു സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ കോള് വന്ന് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറയുകയാണ്. അത് പിന്നെ വിളിക്കാം, എനിക്കിപ്പോൾ സമയമില്ല, ഞാനൊരു കോൺഫറൻസിലാണ് എന്നിങ്ങനെ പറയുകയാണ്. എടോ അപ്പോൾ തന്നെ പേര് മാറ്റി നമ്പർ മാറ്റി വിളിച്ചു കഴിഞ്ഞാൽ താൻ എടുക്കും ഫോണല്ലേ, ഡീലറാണ് ഞങ്ങൾ, ഞാൻ നിങ്ങളുടെ കടറ പുറത്ത് തന്നെ നിൽപ്പുണ്ട്, വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇടിച്ച് കയറി വരും. അയ്യോ ശരി, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ സാറേ നിങ്ങളിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ് ഈ സാറോട് പറഞ്ഞിട്ട്. എന്നിട്ട് സബ് ഡീലർ കയറി വരികയാണ്. താൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇതുവരെയായിട്ടും താൻ ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചോ? ഞങ്ങളുടെ നിന്ന് പൈസയും മേടിച്ചിട്ട് വിളിച്ചാൽ ഫോണും എടുക്കൂല, താൻ പൈസ മുക്കുവാണല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഭയങ്കര കിടന്ന് ബഹളമാണ്. അയ്യോ സാറേ ദയവ് ചെയ്ത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഞാൻ തരാം, പക്ഷേ നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ നിന്ന് മാത്രമല്ലല്ലോ, കുറേ പേരുടെ നിന്ന് പൈസ നിങ്ങൾ മുക്കിയിട്ടുണ്ടല്ലോ, എന്നിട്ട് അവർക്കൊന്നും പ്രൊഡക്റ്റ് എന്താ എത്തിച്ചു കൊടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ സാറ് കാണുകയാണ്. അപ്പോൾ സാറ് അങ്ങോട്ട് തന്നെ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? സാർ ഇയാൾക്ക് ഞങ്ങൾ പൈസ അടച്ചു കൊടുത്തതാണ്, പക്ഷേ സാറിൻ്റെ ഒറ്റ പ്രൊഡക്റ്റും ഞങ്ങൾ ഇതിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളേന്ന് മാത്രമല്ല പലരുടെ നിന്നും ഇവർ പൈസ മേടിച്ചു, എന്നിട്ടിപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ല, വല്ലാത്തൊരു ഇതിൽ നിൽക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഈ സാറ് പറയാണ്, അത് പിന്നെ അതേ ശ്രുതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് വരാനായിട്ട് കുറച്ച് വൈകി, സാറില്ല നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പ്രൊഡക്റ്റ് അയച്ചു തന്നേക്കാം, ഓക്കെ പോരെ അത്? അയ്യോ സാറേ അതൊന്നും കുഴപ്പമില്ല സാറേ, പക്ഷേ ഇയാൾ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ, ആ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, അതുപോലും പറയൂല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് സാറേ സംശയിക്കാതിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാ, ശ്രുതി ഫോൺ എടുക്കാതിരുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്, ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ഞാൻ അയച്ചു തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുക. അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചിയും രേവതിയും ബാക്കിയുള്ളവരെല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാറിങ്ങനെ ശ്രുതിയോടിങ്ങനെ ചൂടായി കയറുകയാണ്, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പോൾ അവർ തനിക്ക് പൈസ അടിച്ചു തന്നു, എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞു, എന്തുകൊണ്ട് താൻ കമ്പനിയിലേക്ക് അയച്ചില്ല? അങ്ങനെ അയച്ചിരുന്നെങ്കിൽ ആ പ്രൊഡക്റ്റ് ഞാൻ അപ്പം തന്നെ അയച്ചു തരില്ലായിരുന്നോ?
അപ്പോൾ ഇവർ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ, എന്തുകൊണ്ട് താൻ അഴച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. സാർ അത് പിന്നെ സാർ. അപ്പോഴേക്കും സച്ചിയും രവിയും കൂടെ കൊണ്ട് വരികയാണ്. സാർ ഞങ്ങൾ പറയാം സാർ കാരണം എന്താണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പറയുകയാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൈ ഗോഡ്, അതെ സാർ 30 ലക്ഷം രൂപ അങ്ങനെ ചിലവായി. 3 കോടിയുടെ വീട് ഇയാൾ വാങ്ങാനായിട്ട് ശ്രമിച്ചെന്നോ? എടോ താൻ ബിസിനസ് ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ സുധി, അതിനു മുമ്പ് തന്നെ താൻ 3 കോടിയുടെ രൂപ വീട് മേടിക്കാനായിട്ട് തുടങ്ങിയെന്നോ? എടോ ഞാനൊക്കെ ബിസിനസ് ആരംഭിച്ച് 10 വർഷത്തിന് ശേഷമാണ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് മേടിച്ചത്. അത് സാധാ ഒരു ഫ്ലാറ്റാണ്. താൻ ഇത്രേ ആഡംബരക്കാരനായിരുന്നോ? തന്നെയായിട്ടുള്ള ഡീലർഷിപ്പ് ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കാൻ, തനിക്കിന്നെ ഡീലർഷിപ്പ് തരില്ല എന്ന് ഈ സാറ് സുധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴേക്ക് സുധി ഞെട്ടിപ്പോയി. അയ്യോ സാർ അങ്ങനെ പറയരുത് സാർ. ഇല്ല എനിക്ക് പറ്റില്ല, കാരണം ഈ ഡീലർഷിപ്പ് ഞാൻ ഇവിടെ വെച്ചിങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് സച്ചിയും രവിയാണെങ്കിൽ സാർ ഇന്നത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്, ദയവ് ചെയ്ത് ഡീലർഷിപ്പ് അവസാനിപ്പിക്കരുത് ഞങ്ങളെ ഓർത്തുകൊണ്ട്. അപ്പോൾ ഇവരിങ്ങനെ റിക്വസ്റ്റോടെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സാറിൻ്റെ മനസ്സൊന്ന് മാറുക. അപ്പോൾ സാറ് പറയണം ശരി, സച്ചിയും അതേപോലെ തന്നെ സുധി തൻ്റെ അച്ഛനും കൂടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡീലർഷിപ്പ് അവസാനിപ്പിക്കാത്തത്. ശരി, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നില്ല, തുടരുക തന്നെ ചെയ്യാം. ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ എടാ ഇനിയെങ്കിലും മര്യാദക്ക് നിൽക്കാൻ നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വീടെത്തുകയാണ്. വീട്ടിലവിടെ സച്ചിയും നമ്മുടെ രവിയും സുധിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ നിൽക്കുക. സുധിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി കയറി വരും. അപ്പോൾ സച്ചിക്ക് കലി വരിക, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പോടാ ഷോറൂമിലേക്ക് പോടാ, നീ അവിടെ ഒരു ജോലിക്കാരനാണ്, അച്ഛൻ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ നീ ഷോറൂമിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം, ചെല്ലടാ. അപ്പോൾ ഇത് കേട്ട ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട് നിർത്തടാ, നീ എന്താടാ കൂടുതൽ ഷോ കാണിക്കുന്നത്? നീ കാരണോട് അവിടെ ആ പ്രശ്നങ്ങൾ മുഴുവനും വരാനുള്ള കാരണം. നീ കൂടുതൽ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ അയാളെ വിളിച്ചു വരുത്തിയാണല്ലേ. ഇവിടെ രേവതിക്ക് കാലി വരികയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സച്ചേട്ടനാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നോ? സച്ചേട്ടൻ കാരണം ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയത്, കാരണം ആ ഡീലർഷിപ്പ് എല്ലാം അവസാനിപ്പിച്ച് പോകാൻ പോയതല്ലേ ആ സാറ്. എന്നിട്ട് അച്ഛൻ്റെയും സച്ചേട്ടൻ്റെയും വാക്ക് കേട്ടുകൊണ്ടാ അവർ ഡീലർഷിപ്പ് അവസാനിപ്പിക്കാതിരുന്നത്. അപ്പോൾ വർഷയും പറയണം, അതെ രേവതി ചേച്ചി പറഞ്ഞതിലും സത്യം തന്നെയുണ്ട്, സച്ചേട്ടനും ഈ അങ്കിളും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ഡീലർഷിപ്പ് അവസാനിപ്പിക്കാതിരുന്നത്. അല്ലെങ്കിലും സുധിയേട്ടൻ പറഞ്ഞതൊക്കെ കള്ളത്തരങ്ങളല്ലേ. അവരുടെ മുന്നിൽ ഞങ്ങൾ റിച്ചായിട്ട് അഭിനയിക്കണം പോലും. എന്നിട്ട് സച്ചേട്ടൻ സത്യങ്ങൾ മുഴുവനും പറഞ്ഞതുകൊണ്ട് സച്ചേട്ടൻ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാ സച്ചേട്ടൻ പറഞ്ഞ കാര്യം തള്ളിക്കളയാതെ ഡീലർഷിപ്പ് വീണ്ടും സുധിച്ചേട്ടന് തന്നെ കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ കുറ്റങ്ങൾ മുഴുവനും സച്ചേട്ടനായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇങ്ങനെ തന്നെയാ, മറ്റുള്ളവരുടെ നേരെ തെറ്റുകൾ ചെയ്യും, എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് ആഴിക്കഴിയാൻ നേരത്ത് മറ്റുള്ളവർക്ക് നേരെ കുറ്റങ്ങളെല്ലാം ചുമത്തും. അതാണ് സുധിച്ചേട്ടൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് രവിയാണെങ്കിൽ നിർത്ത്, ഇവിടെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയതാ. ഇനി ആ പ്രശ്നത്തെ തുടർന്ന് പ്രശ്നങ്ങളൊന്നും വേണ്ട. ആ 30 ലക്ഷം രൂപയും കൊണ്ടുപോയ ആളില്ലേ, അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്ക്, അയാളെ കണ്ടുപിടിക്കുക, അയാളെ പൈസ മേടിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആ 30 ലക്ഷം ഒരു 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് എല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കായിരുന്നു. അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുകയാണ്. ശ്രുതി, ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, 50 ലക്ഷം രൂപയുടെ ഇത് എന്നിട്ട് അയാളെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ വിളിച്ചില്ല ആൻറ്റി, ഞാൻ വിളിക്കാം. എങ്കിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പെട്ടെന്ന് വിളിക്കാൻ പാടില്ലേ, എന്തിനിങ്ങനെ തമ്പിട്ട് നിൽക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുക. ശ്രുതി അങ്ങോട്ട് പെട്ടുപോയൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.